ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു യാത്രയാണ്. നേരെ നിലമ്പൂർ തേക്ക് മ്യൂസിയമാണ്. അപ്പോൾ ഞങ്ങൾ മേലാറ്റൂരിൽ നിന്ന് കയറി നേരെ നിലമ്പൂർ പോയി ഇറങ്ങി. അപ്പോൾ അവിടുന്ന് നേരെ മ്യൂസിയത്തേക്ക് പോയി അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് ഞങ്ങൾ. മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ഫസ്റ്റ് ഞങ്ങൾ കാണുന്നത് കുറച്ച് കുരങ്ങന്മാരും പിന്നെ അവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ആ സ്റ്റാച്ചു കണ്ട് നേരെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ചെറിയൊരു വാട്ടർ ഫാൾസൊക്കെ ഉണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം, ചെറുത്, അരുവി വരുന്നതാന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട്, ചെറുത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ മ്യൂസിയത്തിലോട്ട് പോയി. മ്യൂസിയത്തിലോട്ട് പോയിട്ട് അടിച്ചു പൊളിക്കൊരു സ്ഥലം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒന്ന് കാണാനും എൻജോയ്മെൻറ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഞങ്ങൾ മ്യൂസിയത്തിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റാച്ചു ഉണ്ടല്ലേ, മറ്റേ തേക്കിൻ്റെ അടിഭാഗം. പിന്നെ ഈ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്, പഴയകാലത്തെ സാധനങ്ങളും. അതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. അതാണ് അതിലുള്ളത് കാര്യമായിട്ട്. പക്ഷെ നല്ല സ്ഥലമാട്ടോ, നല്ല കാണാനൊക്കെ പറ്റിയ നല്ല അടിച്ചുപൊളി സാധനങ്ങളുണ്ടായില്ല. ഇതൊക്കെ ഓരോ തൂണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതാ തേക്ക് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ആ മ്യൂസിയത്തിൽ കൂടെയൊക്കെ കുറച്ച് നേരം കറങ്ങി. നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഞായറാഴ്ച ദിവസങ്ങൾ എൻജോയ്മെൻറ്റ് ചെയ്യുക. അല്ലാത്ത ദിവസം ഞാൻ എൻജോയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടില്ലേ. ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഗ്ലോബൊക്കെ ഉണ്ടാക്കണം. പിന്നെ അവിടെ ഒരു മരത്തിൽ മുറിച്ചെടുത്തൊരു ഭാഗമാണ്, അവിടെ കുറേ എഴുതി വച്ചിരിക്കുന്നു. പഴയ കാലത്തെ ഒരു സിസ്റ്റമാണ് അവിടെ. പഴയ കാലത്തുള്ള സ്റ്റൂള്, കസേര, പിന്നെ അൽമാറ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് കാണാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. പിന്നെയും പറഞ്ഞതാട്ടോ, മറക്കാതിരിക്കാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീണ്ടുമായി അടുത്ത വീഡിയോയിൽ കാണാം.